കർണാടകയിലെ ഷിരൂരിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ 10ാം ദിനത്തിലും തുടരുകയാണ്. പുഴയിലെ ലോറിയുടെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ. നേവിയുടെയും NDRFന്റെയും മുങ്ങൽ വിദഗ്ധർ പുഴയിലിറങ്ങി പരിശോധന നടത്തി. പ്രതികൂല കാലാവസ്ഥ തിരച്ചിലിന് തടസ്സം സൃഷ്ടിക്കുന്നു. ഉത്തര കന്നഡ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് ആശങ്ക സൃഷ്ടിക്കുന്നു. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് ഷിരൂരിൽ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. കനത്ത കാറ്റും മഴയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നു. കനത്ത മഴയിൽ ഗംഗാവലി പുഴ കുത്തിയൊഴുകുന്നു. റിട്ടയർഡ് മേജർ ജനറൽ M. ഇന്ദ്രബാലനാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. കാരണം നമ്മുടെ എയിമാണ് ക്യാബിൻ. ഇപ്പോൾ ട്രക്ക് നമുക്ക് പിന്നെയും റിക്കവർ ചെയ്താൽ മതി, പക്ഷേ ക്യാബിന് നമുക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്യണം. അതിനെന്താ ചെയ്യാൻ നോക്കണം. അത് ദാറ്റ് ഈസ് വാട്ട് വി ആർ അറ്റംപ്റ്റിംഗ് നൗ. അർജുൻ്റെ ലോറിയുടെ ലൊക്കേഷൻ ഇന്നലെ കണ്ടെത്തിയിരുന്നു. കരയിൽ നിന്ന് 20 മീറ്റർ അകലെ 5 മീറ്റർ താഴ്ചയിൽ കരയ്ക്കും മൺകൂനയ്ക്കുമിടയിലാണ് ലോറിയുള്ളത്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരെ ഇറക്കി ലോറിയുടെ ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്ന് കണ്ടെത്തുകയാണ് തിരച്ചിലിൻ്റെ പ്രഥമ ലക്ഷ്യം. ഇതിനുശേഷമാകും ട്രക്ക് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. നിലവിൽ രക്ഷാപ്രവർത്തനത്തിനായി ബൂം എക്സ്കവേറ്ററുകൾ ഉൾപ്പെടെ കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ലോറി കിടക്കുന്നത് എങ്ങനെയെന്ന് കണ്ടെത്താനാണ് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുക. ഇതിനായുള്ള ഡ്രോൺ ബാറ്ററി ദില്ലിയിൽ നിന്ന് ഷിരൂരിൽ എത്തിച്ചു. പരിശോധന പൂർത്തിയാകും വരെ ആരെയും സ്ഥലത്തേക്ക് കടത്തിവിടില്ല. മാധ്യമങ്ങൾക്കും നിയന്ത്രണമുണ്ട്. നേവിയുടെയും NDRFന്റെയും മുങ്ങൽ വിദഗ്ധർ ഡെങ്കി ബോട്ടിൽ പുഴയിലെ ഒഴുക്ക് പരിശോധിച്ചു. നൂതനമായ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് 10ാം ദിവസത്തെ പരിശോധന. കാലാവസ്ഥ കൂടി അനുകൂലമായാൽ വളരെ പെട്ടെന്ന് പരിശോധന പൂർത്തിയാക്കി ട്രക്ക് കണ്ടെത്തി പുറത്തെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യസംഘം. ഷിരൂരിൽ നിന്നും സന്തോഷിനും ക്യാമറാമാൻമാരായ ജയൻ കല്യാശ്ശേരി, ഷൈജു പിലാത്ര എന്നിവർക്കുമൊപ്പം സിജു കണ്ണൻ.